ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ ആരാധകർ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലബിൻ്റെ മാനേജ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിക്കുന്നത്. ഈ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പല ആരാധകരും ക്ലബിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതൊന്നും പരിഹരിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 11 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 11 പോയിന്റുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി പ്ലേ ഓഫ് യോഗ്യത നേടണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നന്നായി ഉയർത്തേണ്ടി വരും. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. വരുന്ന ജനുവരിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സിൽ അഥവാ പഴയ ട്വിറ്ററിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അടിയന്തരമായി നടപ്പിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളാണ് ഈയൊരു ആരാധകൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ 2 വിദേശ സെൻട്രൽ ബാക്കുമാരിൽ ഒരാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടതുണ്ട്. അതായത് ഡ്രിൻസിച്ച്, കോയഫ് എന്നിവരിൽ ഒരാളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കണം. പകരം നല്ല വേഗതയുള്ള, നല്ല ഫിസിക്കാലിറ്റിയുള്ള അഥവാ ശാരീരികമായി കരുത്തനായ ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരണം. അതല്ല എങ്കിൽ ഒരു മികച്ച ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, വിദേശ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയാലും മതി. മാത്രമല്ല റൈറ്റ് വിങ് ബാക്ക് പൊസിഷൻ ശക്തി വർദ്ധിപ്പിക്കുകയും വേണം. ഒരു മികച്ച താരത്തെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരൽ അനിവാര്യമാണ്. കൂടാതെ നിഹാൽ സുധീഷിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. അത് ക്ലബിന് മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യമായിരിക്കും. കൂടാതെ മികച്ച ഒരു ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ കൂടി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ജിക്സൺ സിംഗ് ക്ലബ്ബ് വിട്ട സ്ഥാനത്തേക്ക് പകരം താരങ്ങളെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ക്ലബ്ബ് അടിയന്തരമായി വരുത്തേണ്ട മാറ്റങ്ങളായിക്കൊണ്ട് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഒരുപാട് ദൗർബല്യങ്ങൾ എന്തായാലും ക്ലബിന് ഇപ്പോൾ പരിഹരിക്കേണ്ടതായി വരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.